എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ പ്രകൃതി ഒന്നായി ആഘോഷിക്കുന്ന വൈശാഖ മഹോത്സവം. ഈ വർഷം ഞങ്ങൾക്കും പോകാനൊരു ഭാഗ്യമുണ്ടായി. അന്നൊരു പ്രധാനപ്പെട്ട ദിവസം തന്നെയായിരുന്നു ഇളനീർ വെപ്പ്. ഞങ്ങൾ പുലർച്ചെ തന്നെ അവിടെ എത്തി. അപ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. എത്രയൊക്കെ ആളുകൾ വന്നാലും ഭക്തർക്ക് തൊഴാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയത് പൂജാ സമയമായതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ വൈകി നിൽക്കേണ്ടി വന്നു. കൊട്ടിയൂർ വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിനൊരു സമാധാനം. ആദ്യമായിട്ട് വന്നവരുണ്ട് ഞങ്ങളുടെ കൂടെ. തൊഴുത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങളല്ലാതെ മറ്റുള്ളവരും കൂട്ടത്തോടെ ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ രണ്ട് ഭാഗത്തും വരിയുണ്ടായിട്ടും ഇവിടെ ഈ വർഷവും നല്ല തിരക്ക് തന്നെയാണ്. കൊട്ടിയൂർ വന്നാൽ എത്ര നേരം വേണമെങ്കിലും വരി നിന്നാലും മഴ കൊണ്ടാലും ക്ഷീണവും അസുഖവും ഒന്നും തന്നെ ഉണ്ടാവില്ല. അത്രയും ഒരു സുഖം തന്നെയാണ്. ഭഗവാനെ കണ്ട് തൊഴുത് പ്രസാദം വാങ്ങണമെങ്കിൽ അടുത്ത് തന്നെ വഴിപാട് കൗണ്ടറുണ്ട്. ബോർഡ് നോക്കി ഇഷ്ടമുള്ളവ വാങ്ങാം. വരി നിൽക്കാതെ തന്നെ അപ്പവും നെയ്പായസവും വേഗം വാങ്ങിക്കാം. ഞങ്ങൾ ആ പുണ്യതീർത്ഥത്തിലൂടെ തന്നെ തിരിച്ചു പോന്നു. അപ്പോഴും ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ വഴി വന്നാൽ ഭക്തർക്ക് പുറത്തുനിന്ന് തൊഴുതു മടങ്ങാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാലത്തിലെത്തി. ഇവിടെ തലേ ദിവസം നല്ല മഴ ഉള്ളതുകൊണ്ട് ബാവലിപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് നല്ല ഒലിപ്പാണ്. ഇവിടെ അപകടങ്ങൾ ഉള്ളതുകൊണ്ട് ആരെയും പുഴയിലിറങ്ങാൻ അനുവദിക്കില്ല. ഈ പാലത്തിലൂടെ നടക്കുവാൻ ചെറിയ പേടിയൊക്കെ തോന്നും. സാരമാക്കണ്ട. അങ്ങനെ പാലം ഇറങ്ങി. തിരക്ക് കാരണം അപ്പോഴാണ് എല്ലാവരും ഒത്തുകൂടിയത്. അപ്പോൾ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അടുത്ത വർഷവും എന്ത് മഴയായാലും ഇവിടെ എത്തി ഭഗവാനെ തൊഴുത് മടങ്ങും എന്ന് ഉറപ്പിച്ചാണ് എല്ലാവരും മടങ്ങുന്നത്. ഇനി ഇക്കരെ കൊട്ടിയൂരിലേക്ക്.